ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു പാർട്ടി വെയർ ചുരിദാറാണ് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 3.5 മീറ്റർ മെറ്റീരിയലാണ്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ സെയിം കളറിൽ വന്നിട്ടുള്ള ലേസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ടോപ്പ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ലൈനിങ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസും ഷോൾഡറിൻ്റെ വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 7 ഇഞ്ചസാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ചെസ്റ്റ് റൗണ്ടായിട്ട് 10 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. കൂടെ സീം അലവൻസ് ആയിട്ട് ഒരു 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ബോഡി ലെങ്ത്ത് ആയിട്ട് 16 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലായിട്ട് വേസ്റ്റ് റൗണ്ട് ഒരു 9 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്തതൊക്കെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 14 ഇഞ്ചസാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. ബോട്ടം റൗണ്ടായിട്ട് 18 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി ആംഹോളിൻ്റെ ഭാഗത്തായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നെക്കിൻ്റെ ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 2.5 ഇഞ്ചസ് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ സെയിം അളവിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെയിം അളവിലായിട്ട് നമുക്കിനിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ലെങ്ത് ആയിട്ട് ലൈനിങ്ങിനേക്കാൾ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 45 ഇഞ്ചസാണ്. ലെങ്ത്ത് എക്സ്ട്രാ എടുത്ത പോലെ തന്നെ നമ്മളിതിൽ ബോട്ടം വിഡ്ത്തും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് നമ്മൾ നേരത്തെ ബാക്ക് പാർട്ടിന് എടുത്ത് സെയിം ലെങ്ത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. 45 ഇഞ്ചസ് ആയിരുന്നു ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ ഷോൾഡറിൽ നിന്നായിട്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഈ പോയിന്റിൽ നിന്നായിട്ട് നേരെ താഴോട്ട് ഒരു 11 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് അതിലൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്നായിട്ട് നമ്മൾ ഈ ഒരു യോക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എക്സ്ട്രാ എടുത്ത ഭാഗത്തായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ചെറിയൊരു കട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ യോക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ലൈനിങ്ങിലായിട്ട് ഫ്രണ്ട് നെക്ക് കുറച്ചുകൂടെ ഒന്ന് ഇറക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് യോക്ക് വേറൊരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങും നമ്മൾ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിനേക്കാളും സൈഡിലേക്ക് ഒരു 1/4 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടെ കൊടുത്തിട്ട് ഈ ഒരു യോക്ക് ഇതിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈനിങ്ങിനേക്കാളും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ മാത്രമായിട്ട് നമ്മൾ സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഇതുപോലെ തന്നെ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സെയിം അളവിലായിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു യോക്കിലായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് മെറ്റീരിയലിൻ്റെ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ലൈനിങ്ങിൽ എക്സ്ട്രാ വന്നത് കട്ട് ചെയ്തിട്ട് മാറ്റാണ്. ഇനി ചുറ്റിലും ഇതുപോലെ കുഞ്ഞ് കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് റോങ് സൈഡിൽ നിന്നായിട്ട് റൈറ്റ് സൈഡിലോട്ട് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ യോക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കിയും കൂടെ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ മെറ്റീരിയലായിട്ട് നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ലൈനിങ് നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡൊക്കെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ മാത്രമായിട്ടാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വന്നത് നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ കുഞ്ഞ് പ്ലേറ്റുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഒരു ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിലായിട്ട് നമ്മൾ സെൻറ്ററൊക്കെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഇതുപോലെ മുകളിലായിട്ട് വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങുകയാണ്. അതായത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചസ് എക്സ്ട്രാ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി സൈഡിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡ് ഇതുപോലെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു യോക്കും കൂടെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് രണ്ടിൻ്റെയും നല്ല ഭാഗത ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സൈഡിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൂചി ജസ്റ്റ് ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇതുപോലൊന്ന് തിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ നമ്മൾ ആ ഒരു സൂചി കുത്തി നിർത്തി ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ബാക്കി സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ യോക്കായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൽ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. ബാക്ക് പാർട്ട് നമ്മൾ ജസ്റ്റ് എ ലൈനായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമുക്കതിൽ നെക്ക് മാത്രം ഫിനിഷ് ചെയ്തിട്ട് എടുക്കാനുള്ളൂ. അപ്പോൾ ഇതിലായിട്ട് ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലായിട്ട് 3/4 ലെങ്ത്ത് വന്നിട്ടുള്ള നോർമൽ ഒരു സ്ലീവും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൽ ഞാനിതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സെയിം അളവിൽ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ ആ ഒരു ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവ് ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ട് ഇനി നമുക്കിതിലായിട്ട് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലായിട്ടും നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രസ്സിനെ റോങ് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ വരെ മാത്രം നമ്മൾ 2 സൈഡും ലൈനിങ്ങും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ബാക്കി നമ്മൾ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വരെയാണ് ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതിലായിട്ട് മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലൂടെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. 2 സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. രണ്ട് സൈഡുകളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് അതിൻ്റെ എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ലൈനിങ്ങിൻ്റെ എൻഡും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ സ്ലീവിൽ കൊടുത്ത് സെയിം ലേസ് തന്നെ ഇതിലും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബോട്ടം ഭാഗത്തായിട്ട് ചുറ്റിലും നമ്മൾ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കൂടെ ആയിട്ട് തന്നെ ഈ ഒരു സെയിം കളറിൽ പ്ലെയിൻ മെറ്റീരിയലായിട്ട് ഇതിൻ്റെ കൂടെ ഷോളും പാൻറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ഷോളിൻ്റെ സൈഡുകളിലായിട്ട് നമ്മൾ ആ ഒരു സെയിം ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻറ്റിനും ഷോളിനും വേണ്ടിയിട്ട് ക്രേപ്പിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പാൻറ്റാണെങ്കിൽ നമ്മൾ നോർമൽ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ആങ്കിൾ ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. പാൻറ്റിൻ്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം ലേസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ വേസ്റ്റിലാണെങ്കിൽ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.